ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ലേണിംഗ് മൊഡ്യൂളിലേക്ക് കടക്കാം. ഈ ലേണിംഗ് മൊഡ്യൂളിന്റെ പേരാണ് ടൈം വാല്യൂ ഓഫ് മണി ഇൻ ഫൈനാൻസ്. സോ ഇതിൽ കുറെ കൺസെപ്റ്റ്സ് ഞാൻ ലേണിംഗ് മൊഡ്യൂൾ 1 ബേസ് ചെയ്ത് പറയുന്നുണ്ട്. സോ ലേണിംഗ് മൊഡ്യൂൾ 1 പഠിച്ചതിന് ശേഷമേ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാവുള്ളൂ. സോ ആരെങ്കിലും ആ വീഡിയോസ് കണ്ടില്ല, ആ ചാപ്റ്റർ വായിച്ചില്ല എന്നുണ്ടെങ്കിൽ പോയി അത് പഠിച്ചിട്ടേ ഇങ്ങോട്ടേക്ക് വരാവുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തതിൽ തുടങ്ങാം. ടൈം വാല്യൂ ഓഫ് മണി ഇൻ ഫൈനാൻസ്. എന്താണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്? വളരെ ഫൈനാൻസിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതായത് ഇന്ന് കിട്ടുന്ന പൈസയും നാളെ കിട്ടുന്ന അതേ സെയിം എമൗണ്ട് ഉള്ള പൈസയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ന് 100 രൂപയ്ക്ക് ഞാൻ ലേണിംഗ് മൊഡ്യൂളിൽ 1 പറഞ്ഞിരുന്നു, ഇന്ന് നമുക്ക് 100 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ വാങ്ങാൻ പറ്റുമെങ്കിൽ നാളുകളിൽ നമുക്ക് 100 രൂപയിൽ കൂടുതൽ കൊടുത്താലേ 1 ലിറ്റർ പെട്രോൾ കിട്ടത്തുള്ളൂ. അപ്പം പൈസയ്ക്ക് സമയത്തിന്റെ വിലയുണ്ട്. സമയവും പൈസയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. സമയം കൂടുന്തോറും ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന്റെ വാല്യൂ ഇടിഞ്ഞിടിഞ്ഞ് വരും. അതാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. നമ്മൾ ബേസിക്കലി ഇതിന്റെ കൺസെപ്റ്റ് ലേണിംഗ് മൊഡ്യൂൾ 1 കവർ ചെയ്തതാണ്. അത് തന്നെയാണ് ഇവര് ഡീറ്റെയിൽഡ് ആയിട്ട് ലേണിംഗ് മൊഡ്യൂൾ 2 പറയുന്നത്. അപ്പം ഈ മൊഡ്യൂൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോണ്ടിന്റെയും സ്റ്റോക്കിന്റെയും, അതായത് ഫൈനാൻഷ്യൽ അസറ്റ്സിന്റെ കറന്റ് പ്രൈസ് എങ്ങനെയാണ് എത്തുന്നത്, ഒരു കറന്റ് പ്രൈസിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി അല്ലെങ്കിൽ ഒരു ബോണ്ട് ട്രേഡ് ചെയ്യുന്ന പ്രൈസ് നമ്മൾ എപ്പോഴും കാണുമല്ലോ. ആ പ്രൈസിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, അതിന്റെ ഇക്വേഷൻ, അതിന്റെ ഫോർമുല, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലോജിക്ക് എല്ലാം നമുക്ക് ഇത് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. സോ ഞാൻ പറഞ്ഞു, എന്താണ് ടൈം വാല്യൂ ഓഫ് മണി? ടൈം വാല്യൂ ഓഫ് മണി ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് ദ കറന്റ് ക്യാഷ് ഫ്ലോ ടു ദോസ് ക്യാഷ് ഫ്ലോസ് ഹാപ്പനിങ് ഇൻ ദ ഫ്യൂച്ചർ. അതായത് നമ്മൾ ലേണിംഗ് മൊഡ്യൂൾ 1 പഠിച്ചിരുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് ആക്ട് ആസ് എ എക്സ്ചേഞ്ച് റേറ്റ് ഫോർ ദ ക്യാഷ് ഫ്ലോസ് ഹാപ്പനിങ് ഇൻ ഡിഫറെന്റ് പോയിന്റ്സ് ഇൻ ദ ടൈം. നാളെ സംഭവിക്കാനിരിക്കുന്ന ക്യാഷ് ഫ്ലോയിനെയും ഇന്നലെ സംഭവിച്ച ക്യാഷ് ഫ്ലോയിനെ എല്ലാം ഇന്നത്തെ എമൗണ്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ചെയ്യുന്നത്. അപ്പം ടൈം വാല്യൂ ഓഫ് മണി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ കമ്പയർ ചെയ്യും. അങ്ങനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന ക്യാഷ് ഫ്ലോയിനെ കമ്പയർ ചെയ്യും. അത് കൂടുതലാണോ കുറവാണോ, ഇൻവെസ്റ്റ് ചെയ്യണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ദ ക്യാഷ് ഫ്ലോസ് ഹാപ്പനിങ് ഇൻ ദ ഫ്യൂച്ചർ ആർ ഡിസ്കൗണ്ടഡ് ബാക്ക് ടു ദ പ്രസന്റ് വാല്യൂ. അല്ലെ, നാളുകളിൽ നടക്കുന്നതിനെ ഡിസ്കൗണ്ട് ചെയ്ത് ഇന്നത്തെ വാല്യൂവിൽ കൊണ്ടുവരും. അപ്പൊ ഈ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആവാം. അതായത് നമുക്ക് എത്രയാണോ വേണ്ടത് ആ റിട്ടേണിനെ വെച്ച് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊണ്ടുവരാം. അല്ലെങ്കിൽ വാക്ക് ആവാം. അല്ലെ, നമ്മൾ IRR ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണിൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ വാക്ക് ആണ് യൂസ് ചെയ്ത് IRRനെ തിരിച്ചു കൊണ്ടുവരുന്നത്. അതായത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു, വിശദമായിട്ട് നമുക്ക് ഇക്വിറ്റി മൊഡ്യൂളിൽ കാണാം. എങ്കിലും തൽക്കാലം ഇത് പറഞ്ഞു വെച്ചോളൂ. ദ ഡിസ്കൗണ്ട് റേറ്റ് വേരീസ്. Sooner a cash flow happens, the more value it holds. $100 received now has more value than $100 received the third year from now. ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. ഇന്ന് കിട്ടുന്ന, അതായത് 0th ഇയർ, ഇപ്പൊ കിട്ടുന്ന 100 രൂപയ്ക്ക് നാളുകളിൽ കിട്ടാൻ പോകുന്ന 100 രൂപയേക്കാൾ വിലയുണ്ട്. കാരണം ഇതിനെല്ലാം നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ, ഡിസ്കൗണ്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഇതാണ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ നടക്കുന്ന ക്യാഷ് ഫ്ലോയിനെ 1+r the whole raised to n വെച്ച് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം. ഈ n കൂടുന്തോറും, അതായത് സമയം കൂടുന്തോറും നമ്മുടെ ഡിനോമിനേറ്റർ വലുതായിക്കൊണ്ടേയിരിക്കും. ഡിനോമിനേറ്റർ വലുതാകുമ്പം നമ്മുടെ ആൻസർ ചെറുതായിക്കൊണ്ടിരിക്കും. അല്ലെ, ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് ഇന്നത്തെ 100 രൂപ, $100 received now has more value than $100 received third year from now. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ PV ആൻഡ് FE ഓഫ് എ ക്യാഷ് ഫ്ലോ, പ്രസന്റ് വാല്യൂ ആൻഡ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ ക്യാഷ് ഫ്ലോ. ഇതും നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചതാണ്. നമ്മൾ റിവൈസ് ചെയ്യുകയാണ്. ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഇൻറ്റു 1+r the whole raised to t. ഇത് ഇൻ ജനറലിൽ പറയുവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ മൊഡ്യൂളിൽ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്നതിനെ കാട്ടിയും പ്രസന്റ് വാല്യൂ ആണ് നമുക്ക് ഫോക്കസ് കൊടുക്കുന്നത്. ഞാൻ കുറച്ചു മുന്നേ സ്ലൈഡിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഒരു സ്റ്റോക്കും ബോണ്ടും കറന്റ് പ്രൈസിൽ ട്രേഡ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ബോണ്ട്, ഹൗ ഈസ് ദ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ബോണ്ട് ആൻഡ് ഇക്വിറ്റി
ഈസ് അറൈവ്ഡ് അറ്റ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് പ്രസന്റ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇതിനെ, ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് പി വി ഈസ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ കൊണ്ടുവരുമ്പോഴത്തേക്കിനാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് ജനറൽ ഇക്വേഷൻ. ഇനി കോമ്പൗണ്ടിങ് സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് കോമ്പൗണ്ടിങ് ഹാപ്പൻസ് മോർ ദാൻ വൺ ടൈം എ ഇയർ നടക്കുന്നുണ്ടെങ്കിൽ, എഗെയിൻ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിരുന്നു എഫ് ഇ ഈസ് ഈക്വൽ ടു പി വി ഇൻറ്റു 1 plus r by m the whole raised to t into m. m എന്ന് പറയുന്നത് എത്ര വട്ടമാണ് കോമ്പൗണ്ടിങ് നടക്കുന്നതെന്ന്. ഓരോ 6 മാസവും കോമ്പൗണ്ടിങ് നടക്കുന്നുണ്ടെങ്കിൽ എമ്മിന്റെ വാല്യൂ 2 ആയി മാറും. കാരണം ഒരു വർഷം 2 6 മാസങ്ങൾ ചേരുന്നതാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷനും കോമ്പൗണ്ടിങ് ഹാപ്പൻസ് മോർ ദാൻ വൺ ടൈം എ ഇയർ. ഇനി കോമ്പൗണ്ടിങ്, കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് നടക്കുകയാണെങ്കിൽ എഫ് ഇ ഈസ് ഈക്വൽ ടു പി വി ഇൻറ്റു ഇ റേസ് ടു ആർ ടി. ഇതും നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഇനി ഈ മൊഡ്യൂളിൽ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി ഓഫ് ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സും പഠിക്കുന്നുണ്ട്, ടൈം വാല്യൂ ഓഫ് മണി ഓഫ് ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സും പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യമേ ഫിക്സ്ഡ് ഇൻകം, എന്താണ് ഈ ഫിക്സ്ഡ് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മളെപ്പോഴും ആദ്യം തൊട്ടേ ഞാൻ പറയുന്നു ഫിക്സ്ഡ് ഇൻകം. സോ ബേസിക്കലി അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ദേ ആർ എസെൻഷ്യലി ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ്. അതായത് കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, ഒരു കോൺട്രാക്റ്റിന്റെ പേരാണ് നമ്മുടെ ഫിക്സ്ഡ് ഇൻകം അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമ്പിൾ ബോണ്ട്, ലോണ്. നമ്മൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ ഒരു ലോൺ എഗ്രിമെന്റ് സൈൻ ചെയ്യത്തില്ല ബാങ്കുമായിട്ട്, അതിനെല്ലാമാണ് ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ഇഷ്യൂവർ ഓഫ് ദ ബോണ്ട്. ഈ ടേം നിങ്ങൾ പഠിച്ചു നോക്കണം. കാരണം ഫൈനാൻസിൽ ഞാൻ പറഞ്ഞു ഇതുപോലത്തെ കുറെ ഫാൻസി ടേംസ് വരും, അതെല്ലാം അറിഞ്ഞിരിക്കണം. ഇഷ്യൂവർ ഓഫ് ദ ബോണ്ട് എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി ഹൂ ബോറോസ് ദ മണി. ഇപ്പം ഗവൺമെന്റ് ബോണ്ട് ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ ഗവൺമെന്റ് ആണ് ഇഷ്യൂവർ ഓഫ് ദ ബോണ്ട്, അതായത് ഗവൺമെന്റ് ആണ് ബോറോവർ. നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളാണ് ഇൻവെസ്റ്റർ. സോ നമ്മളും ഗവൺമെന്റും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് ഈ ബോണ്ട് എന്ന് പറയുന്നത്. ഗവൺമെന്റ് എന്താണ് എഗ്രി ചെയ്യുന്നത്, എന്താണ് കോൺട്രാക്റ്റിൽ ഉള്ളത്, ദാറ്റ് ദ ബോറോവർ, അതായത് ദ ഗവൺമെന്റ് പ്രോമിസസ് ടു പേ ബാക്ക് ദ ഇൻവെസ്റ്റർ, അതായത് നമുക്ക് ദ ഫുൾ എമൗണ്ട് പ്ലസ് ആൻ ഇൻട്രസ്റ്റ് എമൗണ്ട്. ഇപ്പൊ കോൺട്രാക്റ്റില് ഒരു പൈസ മേടിക്കുന്ന പറയുവാണ് നമുക്ക്, അതായത് പൈസ ഇട്ടവനോട് പറയുവാണ് ആ മേടിച്ച പൈസയും അതിന് കോമ്പൻസേഷൻ ആയിട്ട് ഒരു ഇൻട്രസ്റ്റും നമ്മൾ തിരിച്ച് പേ ചെയ്യുവാണ്. അപ്പൊ നമുക്ക് ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സിന്റെ ടൈം വാല്യൂ ഓഫ് മണി കണ്ടുപിടിക്കാം. അതിനു മുന്നേ എത്ര ടൈപ്പ് ഓഫ് ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ബേസ്ഡ് ഓൺ ക്യാഷ് ഫ്ലോ. ഓക്കെ, ക്യാഷ് ഫ്ലോ ഹാപ്പൻ ചെയ്യുന്ന അനുസരിച്ച് എത്ര ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പൊ ഫസ്റ്റിന്റെ പേരാണ് ഡിസ്കൗണ്ട് ബോണ്ട് അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ എവിഡന്റ് ആണ് ഡിസ്കൗണ്ട് ബോണ്ട് അല്ലെങ്കിൽ സീറോ കൂപ്പൺ. കൂപ്പൺ എന്ന് വെച്ചാൽ എന്താണ് ഞാൻ പറഞ്ഞു, ഒരു ബോണ്ട് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റിന്റെ പേരാണ് കൂപ്പൺ. അതായത് സീറോ കൂപ്പൺ, അത് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നില്ല, അതിന് വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ട് ബോണ്ട്. നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണാം എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കൊടുക്കാതെയും ഒരാൾ ബോണ്ട് മേടിക്കുന്നത് എന്തിനാണെന്നൊക്കെ നമുക്ക് കാണാം. പിന്നെ there is a special situation of the discount bond, അതിന്റെ പേരാണ് സ്ട്രിപ്പ് ബോണ്ട് എന്ന് പറയുന്നത്. സെപ്പറേറ്റ്ലി ട്രേഡഡ് രജിസ്റ്റേർഡ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾ, സ്ട്രിപ്പ് ബോണ്ട് എന്ന് പറയും. പിന്നെ അടുത്ത് വരുന്നതാണ് സെക്കൻഡ് കൈൻഡ് ഓഫ് ബോണ്ടിന്റെ പേരാണ് പീരിയോഡിക് ഇൻട്രസ്റ്റ് ബോണ്ട് അല്ലെങ്കിൽ കൂപ്പൺ ബോണ്ട്. ഇവിടെ സീറോ കൂപ്പൺ ബോണ്ട് എന്നാണ് വിളിച്ചത്, ഇവിടെ കൂപ്പൺ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട് അല്ലെ, പീരിയോഡിക് ഇൻട്രസ്റ്റ്. ഒരു ബോണ്ടിന്റെ പീരിയോഡിക് ഇൻട്രസ്റ്റ് എന്താണ്? കൂപ്പൺ പേയ്മെന്റ് ആണ്. ഞാൻ പറഞ്ഞു ഒരു ഫൈനാൻഷ്യൽ അസറ്റിൽ നിന്ന് 2 റിട്ടേൺസ് ഉണ്ടാവും, ഒന്ന് ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് അല്ലെങ്കിൽ പീരിയോഡിക് ഇൻകം. ഇപ്പൊ ഇവിടെ പീരിയോഡിക് ഇൻട്രസ്റ്റിന്റെ വിളിപ്പേരാണ് കൂപ്പൺ ബോണ്ട്. അതാണ് കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത്. ഇതിനും ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ഉണ്ട്, അതിന്റെ പേരാണ് പെർപെച്വൽ ബോണ്ട്. പെർപെച്വൽ എന്ന് പറയുമ്പോൾ ഞാനൊരു എഞ്ചിനീയർ ആണ്, നിങ്ങൾ എഞ്ചിനീയേഴ്സ് കൂട്ടത്തിലുണ്ടെങ്കിൽ അറിയാം, പെർപെച്വൽ മോഷൻ മെഷീൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ, അതായത് ഈ ബോണ്ടിന് ഒരു കാലാവധി ഇല്ല, ദർ ഈസ് നോ മെച്യൂരിറ്റി. അത് എല്ലാ വർഷവും ഇങ്ങനെ ബോണ്ട് ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് കാണാം, അങ്ങോട്ട് പോകുമ്പോൾ കാണാം, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് ലെവൽ പേയ്മെന്റ് ഓർ അന്യൂവിറ്റി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അന്യൂവിറ്റി എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ലേണിംഗ് മൊഡ്യൂളിലേ പറഞ്ഞിരുന്നു. അന്യൂവിറ്റി എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ട് നമുക്ക് ഒരു ഫിക്സ്ഡ് ഇൻകം ഒരു ഫിക്സഡ് ടൈം ഇന്റർവെല്ലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ പേരാണ് അന്യൂവിറ്റി എന്ന് പറയുന്നത് അല്ലേ.
സോ ഈ 3 കൈൻഡ് ഓഫ് ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ബേസ്ഡ് അപ്പോൺ ദി ക്യാഷ് ഫ്ലോസ്. ക്യാഷ് ഫ്ലോസിന്റെ അടിസ്ഥാനത്തിൽ ഈ 3 കൈൻഡ് ഓഫ് ഫിക്സ്ഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ് ആണുള്ളത്. ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ ആദ്യത്തതും ടൈപ്പും രണ്ടാമത്തെ ടൈപ്പും പറഞ്ഞുതരാം. അതായത് ഒരു സീറോ കൂപ്പൺ ബോണ്ടും ഒരു കൂപ്പൺ ബോണ്ടും, കൂപ്പൺ പേ ചെയ്യുന്ന ബോണ്ടും കൂപ്പൺ ഇല്ലാത്ത ബോണ്ടും. അപ്പൊ ഫസ്റ്റ് നമുക്ക് പഠിക്കാം എന്താണ് ഒരു ഡിസ്കൗണ്ട് ഓർ സീറോ കൂപ്പൺ ബോണ്ട്. പേര് പറയുന്ന പോലെ തന്നെ അത് സീറോ കൂപ്പൺ ആണ് തരുന്നത്, ഇൻട്രസ്റ്റേ തരുന്നില്ല. പിന്നെ എന്തിനാണ് ആൾക്കാർ ഇത് മേടിക്കുന്നത്, എത്ര രൂപയ്ക്കാണ് മേടിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബോണ്ട് ട്രേഡ് ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ്? നമ്മുടെ ഈ ടോപ്പിക്കിന്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ഇപ്പം കറന്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ബോണ്ട് ഓർ എ സ്റ്റോക്ക് കണ്ടുപിടിക്കാനാണ്. സോ നമ്മുടെ മൈൻഡ് എപ്പോഴും ആ ഫോക്കസിൽ ഇരിക്കണം. സീറോ കൂപ്പൺ ബോണ്ട് ഓർ ഡിസ്കൗണ്ട് ബോണ്ടിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനാണ്. ഇപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒബിയസ്ലി വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഫാക്ട് ദാറ്റ് ദിസ് ബോണ്ട് ഡസ് നോട്ട് പേ എനി കൂപ്പൺ. അതായത് ഇവിടെ രണ്ട് ക്യാഷ് ഫ്ലോയെ നടക്കുന്നുള്ളൂ. ഒന്ന്, ഞാൻ ഈ ബോണ്ട് മേടിക്കാനായിട്ട് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് മെച്യൂർ ആവുമ്പം എനിക്ക് എത്ര രൂപ കിട്ടുന്നു. ഞാൻ പറഞ്ഞു ഒരു ബോണ്ടിൽ നിന്ന് നമുക്ക് അതിന്റെ മെച്യൂരിറ്റി എമൗണ്ടും കിട്ടും, അതിന്റെ ഫിക്സഡ് ടൈം ഇന്റർവെല്ലിലുള്ള കൂപ്പൺ പേയ്മെന്റ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇവിടെ കൂപ്പൺ പേയ്മെന്റ് ഇല്ല, ഇവിടെ ഓൺലി മെച്യൂരിറ്റി എമൗണ്ട്, മെച്യൂരിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഫേസ് വാല്യൂ ഉള്ളൂ. സോ ഇവിടെ എന്തുവാണ് എസെൻഷ്യലി, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ ഈ കൂപ്പൺ സീറോ കൂപ്പൺ ബോണ്ട് മേടിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം സേ ഒരു ബോണ്ടിന്റെ ഫേസ് വാല്യൂ 100 ആണെന്ന് വെച്ചോളൂ. അപ്പം ഈ മേടിക്കാൻ പോകുന്ന ഒരാൾക്ക് അറിയാം ഈ 100 പുള്ളിക്കാരൻ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ഇതിൽ നിന്ന് ഒരു ഇൻകവും കിട്ടാൻ പോകുന്നില്ല. ഇപ്പം സേ 5 വർഷമാണ് മെച്യൂരിറ്റി എങ്കിൽ 5ാമത്തെ വർഷം ഈ 100 രൂപ മാത്രമേ എനിക്ക് കിട്ടാൻ പോകുന്നു ആ ഇൻവെസ്റ്ററിന് വ്യക്തമായിട്ടുള്ള ബോധമുണ്ട്. അപ്പം വിവരമുള്ള ഒരാളാണെങ്കിൽ എന്തായാലും ഇന്ന് 100 രൂപ ഇട്ടിട്ട് 5 വർഷം കഴിഞ്ഞ് 100 രൂപ ഇടാനുള്ള, തിരിച്ചു കിട്ടാനുള്ള സ്കീമിൽ ആരും ഇടത്തില്ല. 100ൽ കൂടുതൽ പൈസ കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് 100ൽ താഴെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 5ാമത്തെ വർഷം 100 രൂപ കിട്ടുന്ന സ്കീമിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സെറ്റപ്പ് ആണ് നടക്കുന്നത്. അതായത് 100 രൂപയാണ് ആ ബോണ്ടിന്റെ ഫേസ് വാല്യൂ എങ്കിലും ഞാൻ അതിന് 100 രൂപയിൽ താഴെ പേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ 100 രൂപയിൽ ഒരു ഡിസ്കൗണ്ട് ഇട്ടിട്ടേ ഞാൻ അതില് ആ ബോണ്ട് മേടിക്കത്തുള്ളൂ. ആ ബോണ്ടിന്റെ പേരാണ് ഡിസ്കൗണ്ട് ബോണ്ട് അഥവാ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എത്ര രൂപയാണ് ഈ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ 100 രൂപ 5 വർഷം കഴിയുമ്പോൾ മെച്യൂർ ചെയ്യുന്ന ബോണ്ട് മേടിക്കാൻ ഞാൻ ഇന്ന് എത്ര രൂപയാണ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഫോർമുലയാണ് നമ്മൾ പഠിച്ചിരുന്നു. PV is equal to FE face value divided by 1 plus R the whole raised to n. ഇവിടെ R എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് വേണ്ടത്, നിങ്ങളുടെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്നുള്ളതും ആറാവാം. നിങ്ങൾക്ക് 10% ഇൻട്രസ്റ്റ് വേണമെങ്കിൽ 10 ആവാം, അല്ലെങ്കിൽ ഇപ്പം റെപ്പോ റേറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റേറ്റ് ഇട്ടാൽ മതിയെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് 6 എടുക്കാം. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ ബോണ്ട് മേടിക്കാൻ എത്ര രൂപയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഫേസ് വാല്യൂ ഡിവൈഡഡ് ബൈ 1 plus R the whole raised to n വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ചാൽ പീരീഡ്സ് ഓഫ് മെച്യൂരിറ്റി. സോ ഇവിടെ 1 രൂപ പോലും ഇൻട്രസ്റ്റ് കൂപ്പൺ പേയ്മെന്റ് ആയിട്ട് കിട്ടുന്നില്ല. ഓൺലി സോഴ്സ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ആ മെച്യൂരിറ്റിയിൽ കിട്ടുന്ന ഫേസ് വാല്യൂ ഇന്ന് നിങ്ങൾ പേ ചെയ്യുന്ന എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഡിസ്കൗണ്ട് ബോണ്ടിന്റെ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ റിട്ടേൺ എമൗണ്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്കൊരു ഡിസ്കൗണ്ട് ബോണ്ട് അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത്. ഇത് 5 വർഷമാണ് ഇതിന്റെ മെച്യൂരിറ്റി എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു കാര്യവും ഞാൻ പറഞ്ഞു തരാം. എന്തായാലും if the bond face value is 100 rupees and investor pay less than 100 rupees to buy it, എന്താ അതാണ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറയുന്നത്. നോ പീരിയോഡിക് ഇൻകം, ഞാൻ പറഞ്ഞു 1 രൂപ പോലും കൂപ്പൺ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. he gets only the 100 face value upon maturity. The difference between what he paid to buy the bond and what he gets at maturity, അതായത് ഫേസ് വാല്യൂ, മെച്യൂരിറ്റിയിൽ ഫേസ് വാല്യൂ ആണല്ലോ കിട്ടുന്നത്, is his only source of return. സോ ഞാൻ പറഞ്ഞു 2 ക്യാഷ് ഫ്ലോ ആണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ, ഒരു ഇൻവെസ്റ്ററിന്റെ പോക്കറ്റിൽ നിന്ന് പോകുന്ന പൈസ ടു ബൈ ദ ബോണ്ട്, ആൻഡ് ക്യാഷ് ഇൻഫ്ലോ, മെച്യൂരിറ്റിയിൽ
ആ ബോണ്ട് തരുന്ന ഫേസ് വാല്യൂ. ദ ഫേസ് വാല്യൂ യു റിസീവ് ഇസ് ദ ഫേസ് വാല്യൂ എപ്പോഴാണ് കിട്ടുന്നത്? മെച്യൂരിറ്റിയിൽ മാത്രമേ ഉള്ളൂ. ദ ഫേസ് വാല്യൂ യു റിസീവ് ഈസ് ഓൺലി അറ്റ് ദ മെച്യൂരിറ്റി, that is sometime in the future. That cash flow in the future needs to be discounted back to the present value, and that tells you how much you pay to buy the bond or how much that bond is trading today. ഇതാണ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത്. ഇതാണ്ട ഇവിടെ വിശദമായിട്ട് ഞാൻ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അണ്ടർലൈങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സീറോ കൂപ്പൺ ബോണ്ടിന്റെ present value is equal to face value divided by 1 plus r the whole raised to t. ഞാൻ പറഞ്ഞു ഇവിടെ കൂപ്പൺ പേയ്മെന്റ് ഒന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ പേയ്മെന്റ് ഈ ഒരു സാധാരണ ബോണ്ടിനെ പോലെ ഇടയ്ക്ക് ഓരോ വർഷവും പേയ്മെന്റ് കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ ആ പേയ്മെന്റിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊണ്ടുവരും. ഇവിടെ പേയ്മെന്റ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഫേസ് വാല്യൂവിനെ മാത്രം ഇന്നത്തെ പ്രൈസിലേക്ക് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് വരുന്നത്. സോ നമ്മൾ ലെറ്റ്സ് അസ്യൂം ദാറ്റ് നമുക്ക് വേണ്ട റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്, ഫേസ് വാല്യൂ 100 ആണ്. സോ ഇന്നത്തെ ദിവസം ഇന്ന് നിങ്ങൾ ആ ബോണ്ട് ഇഷ്യൂ ചെയ്തു, ആ ബോണ്ട് നിങ്ങൾ മേടിക്കാൻ പോവാണ്. അപ്പം ഈ ഇക്വേഷനിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ ടേംസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫേസ് വാല്യൂ 100, 1 plus 10% the whole raised to t. t എന്ന് വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞാണ് ബോണ്ട് മെച്യൂർ ആവുന്നത്. ഇപ്പൊ 3 അല്ലേ, ഇപ്പൊ 100 divided by 1 plus 10% raised to 3 ചെയ്യുമ്പോൾ നമുക്ക് ബോണ്ടിന്റെ പ്രൈസ് 75.13 എന്ന് കിട്ടും. അതായത് നിങ്ങൾക്ക് 10% റിട്ടേൺ വേണ്ടതെങ്കിൽ 100 രൂപ 3 വർഷം കഴിഞ്ഞ് മെച്യൂർ ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾ ഇന്ന് കൊടുക്കുന്ന വിലയെന്ന് വെച്ചാൽ 75, നിയർലി 75 rupees ആണ്. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുകയാണ് ഓക്കെ എനിക്ക് ഇനി ബോണ്ട് വെച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല, വിൽക്കാൻ പോവുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഇത് മേടിക്കാൻ വേണ്ടി വരുവാണ്. പുള്ളിക്കാരൻ ഇതിന്റെ വില എങ്ങനെയായിരിക്കും അസസ് ചെയ്യുന്നത്? പുള്ളിക്കാരനും ഇതേ സെയിം ഇക്വേഷൻ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പുള്ളിക്കാരന്റെ ഫേസ് വാല്യൂയും 100 തന്നെ ആയിരിക്കും, പക്ഷെ പുള്ളിക്കാരന്റെ ആറും സെയിം തന്നെ ആയിരിക്കും. പുള്ളിക്കാരന്റെ റിട്ടേണും ലെറ്റ്സ് അസ്യൂം പുള്ളിക്കാരന്റെ ആറും സെയിം തന്നെ ആയിരിക്കും. പക്ഷെ പുള്ളിക്കാരന്റെ ടൈം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ടു മെച്യൂരിറ്റി, ഒന്നാമത്തെ വർഷം നിങ്ങൾ അത് കൂട്ടുകാരന് വിൽക്കാൻ പോകുമ്പോൾ കൂട്ടുകാരൻ നോക്കുമ്പോൾ എന്തുവാ, ഇനിയും 2 വർഷം മാത്രമേ ഉള്ളൂ അത് മെച്യൂർ ചെയ്യാൻ. സോ ആ എന്നിന്റെ വാല്യൂ 2 ആയിട്ട് മാറി. അതായത് പുള്ളിക്കാരൻ ഈസ് റെഡി ടു പേ 82.64 rupees. അതായത് നിങ്ങൾ ഇപ്പോൾ ഈ കൂട്ടുകാരന് വിറ്റാൽ ഇതായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഈ രണ്ട് എമൗണ്ടിന്റെയും ഡിഫറൻസ്. ഇനി ആ കൂട്ടുകാരൻ പുള്ളിക്കാരന്റെ വേറൊരു കൂട്ടുകാരന് രണ്ടാമത്തെ വർഷം വിൽക്കാൻ പോകുന്നു, സെയിം സിറ്റുവേഷൻ ആണ്. അവിടെ ആ പുതിയ പുള്ളിക്കാരൻ നോക്കുമ്പം ഇനി 1 വർഷം മാത്രമേ ഉള്ളൂ ആ ബോണ്ട് മെച്യൂർ ചെയ്യാൻ. സോ ഹി ഈസ് റെഡി ടു പേ 90 rupees. ആ ഇക്വേഷൻ പ്രകാരം 90 rupees ഈസ് റെഡി ടു പേ. ഫൈനലി മൂന്നാമത്തെ വർഷം ആ ബോണ്ട് മെച്യൂർ ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷനിൽ നമ്മൾ 0 ഇട്ട് കൊടുക്കണം. ഇനി 0 years to maturity ആണ്. സോ 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ബോണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഓരോ വർഷവും ബോണ്ടിന്റെ കറണ്ട് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വേരി ചെയ്യുന്നത്. അപ്പം ഞാൻ അന്ന് ലേണിംഗ് മൊഡ്യൂൾ 1ന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ദ പ്രൈസ് ഓഫ് എ ബോണ്ട് അപ്രോച്ചസ് ഫേസ് വാല്യൂ ആസ് ടൈം ടു മെച്യൂരിറ്റി ഡിക്രീസസ് അല്ലെ. ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നിടം തൊട്ട് ബോണ്ട് മെച്യൂർ ആവുന്ന സമയം അടുക്കും തോറും ആ ബോണ്ടിന്റെ പ്രൈസ് ഫേസ് വാല്യൂ ആയിട്ട് അടുത്തുകൊണ്ടിരിക്കും. നിങ്ങൾ തന്നെ നോക്കിക്കേ, ഇവിടെ 75 ആയിരുന്നു, ഇവിടെ 82 ആയി, ഇവിടെ 90 ആയി, ഏറ്റവും ലാസ്റ്റ് മെച്യൂർ ആകുമ്പോഴത്തേനും 100 rupees ആയി. ഇതാണ് ഈ ഇക്വേഷന്റെ ഉപയോഗം. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദ ബോണ്ട് പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം എ ലോവർ എമൗണ്ട് അല്ലെ. ബോണ്ട് പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം എ ലോവർ എമൗണ്ട് ആൻഡ് increases to reach the face value. എന്തുകൊണ്ടാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്? ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് പോസിറ്റീവ് ആണെങ്കിൽ, ഇനി ഇൻട്രസ്റ്റ് റേറ്റ് നെഗറ്റീവ് ആണെങ്കിൽ we will start from a high price and reaches the low price. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇനി there are 3 types of fixed income instruments. അതിൽ ഫസ്റ്റ് നമ്മുടെ സീറോ കൂപ്പൺ ബോണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതാണ് കൂപ്പൺ പേ ചെയ്യുന്ന ബോണ്ട്, നമ്മുടെ യൂഷ്വൽ ബോണ്ട്, കൂപ്പൺ പേ ചെയ്യുന്ന ബോണ്ട്. അതിന് പീരിയോഡിക് ഇൻട്രസ്റ്റ് ബോണ്ട് എന്നും വിളിക്കും. കൂപ്പണിന്റെ വേറൊരു പേരാണ് പീരിയോഡിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോസ് ഉണ്ട്. ഇവിടെ മറ്റടുത്ത് രണ്ട് ക്യാഷ് ഫ്ലോ ഉള്ളൂ, ഇവിടെ മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോസ് നടക്കുന്നുണ്ട്.
An investor pays an initial price for purchasing a bond or a loan. He receives periodic income at predefined intervals. Okay, predefined intervals പുള്ളിക്കാരന് periodic income അതായത് കൂപ്പൺ കിട്ടുന്നുണ്ട്. അത് കൂടാതെ മെച്യൂരിറ്റിയിൽ he gets the face value of the bond. അപ്പം മെച്യൂരിറ്റിയിൽ ഫേസ് വാല്യൂ കിട്ടുന്നുണ്ട്, പീരിയോഡിക് ടൈം ഇന്റർവെല്ലില് പുള്ളിക്കാരന് കൂപ്പൺ പേയ്മെന്റും കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രസന്റ് വാല്യൂ, ഈ കൂപ്പൺ അല്ലെങ്കിൽ കൂപ്പൺ പേ ചെയ്യുന്ന ബോണ്ടിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോഴത്തേനും നമ്മൾ ഫേസ് വാല്യൂ മാത്രമല്ല ഡിസ്കൗണ്ട് ചെയ്ത് ഇന്നത്തെ ടേംസിലേക്ക് കൊണ്ടുവരുന്നത്, ഈ പീരിയോഡിക് ആയിട്ട് കിട്ടുന്ന ഇൻകത്തിനെയും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് ഇന്നത്തെ ടേംസിലേക്ക് കൊണ്ടുവരണം. എങ്കിലേ ആ ബോണ്ടിന്റെ ഇന്ന് ട്രേഡ് ചെയ്യുന്ന പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കാൽക്കുലേറ്ററിൽ PMT എന്ന് പറയുന്ന, നിങ്ങൾ ടെക്സൈസ് ഇൻസ്ട്രുമെന്റ്സ് BA2+ കാൽക്കുലേറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് PMT എമൗണ്ടിൽ നിങ്ങൾ ആ കൂപ്പൺ എമൗണ്ട് ആഡ് ചെയ്യാൻ മറക്കരുത്. ഞാനൊരു വാർണിംഗ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ദേ കിടക്കുന്നു പീരിയോഡിക് ഇൻസ്ട്രുമെന്റിന്റെ ഇല്ലുസ്ട്രേഷൻ. ഇന്ന് ഒരു ഇൻവെസ്റ്റർ ഔട്ട്ഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ നടക്കുന്നു. പുള്ളിക്കാരൻ അത് ബോണ്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഫിക്സഡ് ഇന്റർവെല്ലിലും നമുക്ക് പേയ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് മെച്യൂരിറ്റി ഇയർ ആകുമ്പോഴത്തേന് നമുക്ക് ഫേസ് വാല്യൂയും കിട്ടും, ആ വർഷത്തെ പേയ്മെന്റും കിട്ടും, ലാസ്റ്റ് കൂപ്പണും കിട്ടും, നമുക്ക് ആ വർഷത്തെ പ്രിൻസിപ്പൽ പേയ്മെന്റും കിട്ടും. ഇതിന്റെ നമ്മൾ നോർമൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഗവൺമെന്റ് ബോണ്ട്, കോർപ്പറേറ്റ് ബോണ്ട്, ഇതെല്ലാം ഈ പീരിയോഡിക് ഇൻട്രസ്റ്റ് ബോണ്ട് അല്ലെങ്കിൽ കൂപ്പൺ ബോണ്ടിന്റെ എക്സാമ്പിൾ ആണ്. ഇതിന്റെ ഫോർമുലയാണ് ഞാൻ കുറച്ച് മുന്നേ കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ചു തന്നത്. ആ ഓരോ പേയ്മെന്റിനെയും നമ്മൾ തിരിച്ച് ഇന്നത്തെ ടേംസിലേക്ക് കൊണ്ടുവരണം. അതുകൂടാതെ ഫൈനൽ ഇയറിൽ, മെച്യൂരിറ്റി ഇയറിൽ കിട്ടുന്ന കൂപ്പൺ എമൗണ്ട് പ്ലസ് മെച്യൂരിറ്റി എമൗണ്ടിൽ, മെച്യൂരിറ്റി ടൈമിൽ കിട്ടുന്ന പ്രിൻസിപ്പൽ പേയ്മെന്റിനെയും നമ്മൾ ഇന്നത്തെ ടേമിലേക്ക് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് വരണം. എങ്കിലേ ഇന്നത്തെ പ്രസന്റ് വാല്യൂ കിട്ടത്തുള്ളൂ. ഞാൻ പിന്നെയും പറയുന്നു, ഇതൊന്നും നമ്മൾ കയ്യിൽ വെച്ച് മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല, കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റും. സോ PMT എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പേയ്മെന്റ് ആണ്. The multiple cash flows are happening at different times into the future. ഇതാണ് പീരിയോഡിക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂപ്പൺ പേയിങ് ബോണ്ട് എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ ചെയ്യുമ്പോഴത്തേക്കിനും ഒരു കൂപ്പൺ പേയ്മെന്റ് സെമി ആനുവലി ആണ് നടക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞു കൂപ്പൺ പേയ്മെന്റ് യൂഷ്വലി ഇന്ത്യൻ ഗവൺമെന്റ് ഒക്കെ ആണെങ്കിൽ അവര് എവറി 6 months ആണ് കൂപ്പൺ പേ ചെയ്യുന്നത്. അപ്പം 6 months കൂപ്പൺ പേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂമറിക്കലില് മെച്യൂരിറ്റി 20 വർഷമാണെങ്കിൽ, ഓക്കെ, മെച്യൂരിറ്റി ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മെച്യൂരിറ്റി 20 വർഷം, ഫേസ് വാല്യൂ 100, കൂപ്പൺ റേറ്റ് 6.70. കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂപ്പൺ എത്ര, ആ ഫേസ് വാല്യൂവിന്റെ എത്ര ശതമാനമാണ് നമുക്ക് കൂപ്പൺ കിട്ടുന്നത്. ഈൽഡ് ടു മെച്യൂരിറ്റി, അതായത് ഇന്ന് ഈൽഡ് ടു മെച്യൂരിറ്റി എന്ന് വെച്ചാൽ നിങ്ങളുടെ റിക്വയർഡ് റേറ്റ് ആയിട്ട് കണ്ടോളൂ. നിങ്ങൾക്ക് 7.70% ആവശ്യമുണ്ട്, പക്ഷെ ആ ബോണ്ട് കൂപ്പൺ പേ ചെയ്യുന്നത് 6.70% ആണ്. അതായത് നിങ്ങളുടെ ആവശ്യത്തിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിലാണ് കൂപ്പൺ കിട്ടുന്നത്. അപ്പൊ ഞാൻ അഗെയിൻ പറയുന്നു, നിങ്ങളുടെ ആവശ്യത്തിനൊത്ത് ഇൻകം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വില കൊടുത്തിട്ടേ അത് മേടിക്കത്തുള്ളൂ. ഓക്കെ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇവിടെ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ കൂപ്പൺ ഈസ് പെയ്ഡ് സെമി ആനുവലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ മെച്യൂരിറ്റി ഇയേഴ്സിനെ, അതായത് 20 എന്ന് പറയുന്നത് 40 ആയിട്ട് മാറും. ഞാൻ പറയുന്നു കാൽക്കുലേറ്ററിലാണ് n 20ക്ക് പകരം 40 ആയിട്ട് മാറും. കൂപ്പൺ റേറ്റ് എവറി 6 months കിട്ടുന്നുണ്ട്, കൂപ്പൺ റേറ്റ് ഹാഫ് ആവും. yield to maturity half ആയിട്ട് കൺസിഡർ ചെയ്യും. If the coupon payment is made semi-annually, then in the calculator time period, അതായത് n എന്ന് പറയുന്നത് 2 into 20യും yield to maturity YTM and coupon rate becomes half. അതായത് I by Y നെ 7.70 by 2 ചെയ്യണം. PMT എമൗണ്ടിലും 6.70% by 2 ചെയ്യണം. ഫേസ് വാല്യൂവിന് ഒരു മാറ്റവും വരുത്തില്ല. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചു വേണം ചെയ്യേണ്ടത്. സിമിലർലി ഇൻ എ സെമി ആനുവൽ കൂപ്പൺ ബോണ്ട്, ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് n, അതായത് സെമി ആനുവലി പേ ചെയ്യുന്ന ബോണ്ടിന്റെ n ആണ്, പ്രസന്റ് വാല്യൂ തന്നിട്ടുണ്ട്, നമ്മളടുത്ത് n ആണ് കണ്ടുപിടിക്കാൻ പറയുന്നെങ്കിൽ നമുക്ക്
ഈ ഡിവൈഡ് സ്പ്ലിറ്റ് ചെയ്താണല്ലോ നമ്മൾ ഇടുന്നത്. കൂപ്പൺ റേറ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, yield to മെച്യൂരിറ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്നും ഈ ആക്ച്വൽ മെച്യൂരിറ്റിയുടെ ഡബിൾ ആയിരിക്കും. സോ അവസാനം n കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ നമ്മൾ മറക്കരുത്. On the other hand, if we are asked to find yield to maturity or coupon rate, അതായത് നമ്മുടെ n തന്നിട്ടുണ്ട്, PV തന്നിട്ടുണ്ട്, നമുക്ക് കൂപ്പൺ റേറ്റ് അല്ലെങ്കിൽ yield to maturity കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷന്റെ ഇൻറ്റു 2 ചെയ്യണം അല്ലെ. നമ്മള് സെമി ആനുവലിയാ ചെയ്യുന്നെങ്കിൽ നമുക്ക് YTM കിട്ടിയാൽ അതിനെ മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യണം. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് ചെയ്യണം. സെമി ആനുവലി ആണെങ്കിൽ നിങ്ങളുടെ മെച്യൂരിറ്റി ഇയർ ഇൻറ്റു 2 ആണ് എന്നിൽ ആഡ് ചെയ്യേണ്ടത്. ഈ I/Y-യും PMTയും ഹാഫ് ആയിട്ട് മാറും. ഇത് ന്യൂമറിക്കലില് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ശീലമുള്ളവർക്ക് ഈ സ്ലൈഡ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ആ സ്പെഷ്യൽ സിറ്റുവേഷൻസിലേക്ക് വരാം. എന്താണ് ആ സ്പെഷ്യൽ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്? ആദ്യമേ നമുക്ക് ഡിസ്കൗണ്ട് ബോണ്ട് അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോണ്ടിന്റെ സ്പെഷ്യൽ സിറ്റുവേഷൻ വരാം. അതിനെയാണ് സ്ട്രിപ്പ് എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. ഹൗ ബോണ്ട് സ്ട്രിപ്പിംഗ് വർക്ക്സ്, അതായത് ഒരു ബോണ്ടിനെ എങ്ങനെയാണ് സ്ട്രിപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഒരു ബോണ്ടിനെ നമ്മള് ഇതൊരു കൂപ്പൺ പേയിങ് ബോണ്ടാണ്. ഒരു കൂപ്പൺ പേയിങ് ബോണ്ടിന്റെ ഓരോ വർഷവും നമുക്ക് 10 റുപ്പീസ് വെച്ച് നമുക്ക് പേയ്മെന്റ് കിട്ടും, കൂപ്പൺ പേയ്മെന്റ് കിട്ടും. മെച്യൂരിറ്റി ഇയറിൽ കൂപ്പൺ പേയ്മെന്റ് പ്ലസ് അതിന്റെ ഫേസ് വാല്യൂ കിട്ടുമെന്ന് വെച്ചോളൂ. കൂപ്പൺ പേയ്മെന്റ് പ്ലസ് അതിന്റെ ഫേസ് വാല്യൂ. അപ്പം ഇതാണ് 0th ഇയർ, ഇത് ഫസ്റ്റ് ഇയർ, ഇത് സെക്കൻഡ് ഇയർ, ഇത് തേർഡ് ഇയർ. ഓക്കെ, ഇത് കൂപ്പൺ പേ ചെയ്യുന്ന ബോണ്ടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് ഒരു ഒറിജിനൽ ഗവൺമെന്റ് ബോണ്ട് ഓഫ് 1000 ഫേസ് വാല്യൂ, അതായത് ബോണ്ടിന്റെ ഫേസ് വാല്യൂ 1000, 8% കൂപ്പൺ, 8% ഓഫ് 1000 നമുക്ക് കൂപ്പൺ പേ ചെയ്യും. 3 ഇയർ മെച്യൂരിറ്റി ആണ്. ഇവിടെ ആനുവലി ആണ് നമുക്ക് കൂപ്പൺ പേയ്മെന്റ് കിട്ടുന്നതെന്ന് വിചാരിച്ചോളൂ. അതായത് ഓരോ വർഷവും 8% ഓഫ് 1000 എന്ന് പറഞ്ഞാൽ 80 റുപ്പീസ് ആണല്ലേ. എല്ലാ വർഷവും നമുക്ക് 80 റുപ്പീസ് കൂപ്പണും കിട്ടും, 1000 അറ്റ് ദി എൻഡ് കിട്ടും. അതായത് മെച്യൂരിറ്റിയിൽ നമുക്ക് എൻഡും കിട്ടും. ഇവിടെ എത്ര ക്യാഷ് ഫ്ലോ ആണ് സംഭവിക്കുന്നത്? ഇങ്ങോട്ട് ക്യാഷ് ഇൻഫ്ലോ എത്രയാണ് നടക്കുന്നത്? ഒന്ന് നമുക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന ക്യാഷ് കൂപ്പൺ പേയ്മെന്റ്, രണ്ടാമത്തെ ഇയറിൽ കിട്ടുന്ന കൂപ്പൺ പേയ്മെന്റ്, മൂന്നാമത്തെ ഇയറിൽ കിട്ടുന്ന കൂപ്പൺ പേയ്മെന്റ് പ്ലസ് ഫേസ് വാല്യൂ. സോ എത്ര ക്യാഷ് ഇൻഫ്ലോ നടക്കുന്നുണ്ട്? 4 ക്യാഷ് ഇൻഫ്ലോ ഫിക്സഡ് ഇന്റർവെല്ലില് അഷ്വേർഡ് ആയിട്ട്, ഇത് ഗവൺമെന്റ് ബോണ്ട് ആണല്ലേ, സോ അഷ്വേർഡ് ആയിട്ട് നമുക്ക് ഇൻകം പ്ലസ് ഫൈനൽ ഫേസ് വാല്യൂ കിട്ടും. സോ ഇതിനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അഷ്വേർഡ് ആയിട്ട് കിട്ടുന്ന ഓരോ വർഷം കിട്ടുന്ന ഇൻകത്തിനെയും സ്ട്രിപ്പ് ചെയ്ത് ആ ഓരോ പേയ്മെന്റിനെയും ഇവര് ഡിസ്കൗണ്ട് ബോണ്ട് ആക്കി മാറ്റുന്നു. അതായത് ഒരു കൂപ്പൺ പേ ചെയ്യുന്ന ബോണ്ടിന്റെ ഓരോ കൂപ്പണെയും സ്ട്രിപ്പ് ചെയ്തിട്ട് ആ ഇൻഡിവിജ്വൽ സ്ട്രിപ്പിനെ ഡിസ്കൗണ്ട് ബോണ്ട് ആക്കി മാറ്റും. ഓക്കെ, അതായത് കൂപ്പൺ 1 എന്ന് പറയുന്ന സ്ട്രിപ്പ് നമുക്ക് അറിയാം അഷ്വേർഡ് ആയിട്ടും ഇയർ 1 80 റുപ്പീസ് പേയ്മെന്റ് കിട്ടുമെന്ന് അറിയാം. ഇയർ 1 കിട്ടാൻ പോകുന്നത്. അഷ്വേർഡ് ആയിട്ട് ഇയർ 2 80, അഷ്വേർഡ് ആയിട്ട് ഇയർ 3 80 ആൻഡ് പ്രിൻസിപ്പൽ പേയ്മെന്റ് ഇയർ 3 നമുക്ക് പ്രിൻസിപ്പൽ പേയ്മെന്റ് 1000 രൂപയും നമുക്ക് അഷ്വേർഡ് ആയിട്ട് കിട്ടുമെന്നറിയാം. സോ ഇവിടെ 0th ഇയറിൽ നിന്ന് ഒരാൾ നോക്കുമ്പോഴത്തേക്കിനും പുള്ളിക്കാരന് ഒരു വർഷം കഴിഞ്ഞ് അഷ്വേർഡ് ആയിട്ട് 80 റിട്ടേൺസ് കിട്ടുന്നുണ്ട്, 2 വർഷം കഴിഞ്ഞ് അഷ്വേർഡ് ആയിട്ട് 80 കിട്ടുന്നുണ്ട്, അതുപോലെ 3 വർഷം കഴിഞ്ഞ് കിട്ടുന്നുണ്ട്, അതേപോലെ 3 വർഷം കഴിഞ്ഞ് 1000 രൂപയുടെ പേയ്മെന്റും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഓരോന്നിനെ പുള്ളിക്കാരന് ഒരു വർഷം കഴിഞ്ഞ് 80 രൂപ കിട്ടണം. സോ എന്തോ ഒരു ആവശ്യമുണ്ട്, എനിക്ക് ഒരു വർഷം കഴിഞ്ഞ് 80 രൂപ എനിക്ക് അമ്പലത്തിൽ കൊണ്ടുപോയി നേർച്ചിടണം എന്ന് വെച്ചോളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. ഒരു വർഷം കഴിഞ്ഞ് 80 രൂപ വേണം. അപ്പം പുള്ളിക്കാരൻ അത് മറക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഇന്ന് ഒരു 80 രൂപയുടെ കൂപ്പൺ മേടിക്കും. ആ 80 രൂപയുടെ കൂപ്പൺ ഒരു വർഷം കഴിഞ്ഞാണ് 80 രൂപ കിട്ടാൻ പോകുന്നത്. അപ്പം ഒബ്വിയസ്ലി
ഡിസ്കൗണ്ട് ബോണ്ടിന്റെ പ്രിൻസിപ്പിൾ വെച്ച് ഇന്ന് പുള്ളിക്കാരൻ 80 ഡിവൈഡഡ് ബൈ 1+r ദ ഹോൾ റേസ് ടു 1 അല്ലെ, n എന്ന് പറയുന്ന 1 ആണ്. സോ ആ എമൗണ്ട് മാത്രമേ പുള്ളിക്കാരൻ ഇയർ 0 ഇന്ന് കൊടുക്കത്തുള്ളൂ. ഇന്ന് കൊടുത്തിട്ട് പുള്ളിക്കാരൻ അമ്പലത്തിൽ നേർച്ചയിടാൻ, ഒരു വർഷം കഴിഞ്ഞ് അമ്പലത്തിൽ നേർച്ചയിടാൻ വേണ്ടിയിട്ടുള്ള 80 രൂപയിൽ പുള്ളിക്കാരൻ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കും. സോ ദാറ്റ് അഷ്വർഡ് ആയിട്ടും പുള്ളിക്കാരൻ ഒന്നാമത്തെ വർഷം 80 രൂപ കിട്ടും. ഈ പുള്ളിക്കാരൻ ഡസൻ കെയർ ഇത് എവിടുന്ന് ഇങ്ങനെ ഒരു ബോണ്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പോലും പുള്ളിക്കാരന് അറിയേണ്ട കാര്യമില്ല. ഹീസ് ജസ്റ്റ് കൺസേൺഡ് വിത്ത് ദ എമൗണ്ട് ഹി ഈസ് ഗെറ്റിംഗ്. അതായത് ഇത് കൂപ്പണാന്ന് പോലും പുള്ളി അറിയുന്നില്ല. ഇതിന്റെ എമൗണ്ട് പുള്ളിക്കാരന് കിട്ടുന്നുണ്ട്. അതായത് ഓരോ പേയ്മെന്റിനെയും ഓരോ ക്യാഷ് ഇൻഫ്ലോയിനെയും സ്ട്രിപ്പ് ചെയ്ത് അതിനെ ഇൻഡിവിജ്വൽ ഡിസ്കൗണ്ട് ബോണ്ടാക്കി മാറ്റും. അതിനെയാണ് നമ്മള് സ്ട്രിപ്പ് എന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നു, PV = FE ഡിവൈഡഡ് ബൈ 1+r ദ ഹോൾ റേസ് ടു t. R എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട റിക്വയർഡ് റേറ്റ്, പിന്നെ T എന്ന് പറയുന്നത് എത്ര വർഷം ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഇയർ 1 ഒരു വർഷം കഴിഞ്ഞാണ് കിട്ടുന്നത് അല്ലെ. അപ്പം 80 ഡിവൈഡഡ് ബൈ 1+8%, നമുക്ക് 8% ആണ് ഇവരുടെ എക്സാമ്പിളിൽ റിട്ടേൺ. സോ 1+8% ദ ഹോൾ റേസ് ടു 1. അതായത് ഇയർ 1 കിട്ടാൻ പോകുന്ന സ്ട്രിപ്പ് മേടിക്കണമെങ്കിൽ പുള്ളിക്കാരൻ ഇന്ന് 74 രൂപ കൊടുത്താൽ മതി. ഇയർ 2 കിട്ടുന്ന 80 രൂപയ്ക്ക് ഇന്ന് 68 റുപ്പീസ് കൊടുത്താൽ മതി. ഇയർ 3 കിട്ടുന്നതിന് 63.51 പിന്നെ ഇയർ 3 നമുക്കൊരു പ്രിൻസിപ്പൽ പേയ്മെന്റും ഉണ്ടല്ലേ. ആ പ്രിൻസിപ്പൽ പേയ്മെന്റ് മാത്രം മതിയെങ്കിൽ പുള്ളിക്കാരൻ ഇന്ന് 793 റുപ്പീസ് കൊടുത്താൽ മതി. നിങ്ങൾ നോക്കണം, ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴത്തേന് ഈ വാല്യൂ ആൻഡ് ഈ വാല്യൂ ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും ഒറിജിനൽ ബോണ്ട് പ്രൈസ് നമുക്ക് കിട്ടും അല്ലെ, 1000 രൂപ നമുക്ക് കിട്ടും. അതാണ് സ്ട്രിപ്പ് പേയ്മെന്റ് എന്ന് പറയുന്നത്. There is no periodic income for each of the stripped amount and investor profit. എങ്ങനെയാണോ ഒരു ഡിസ്കൗണ്ട് ബോണ്ടിൽ ഫേസ് വാല്യൂ മൈനസ് പർച്ചേസ് പ്രൈസ് റിട്ടേൺ ആവുന്ന അതേപോലെ ഉള്ളൂ. ഇയർ 1 സ്ട്രിപ്പ് 74.07 റുപ്പീസിന് ഇന്ന് മേടിച്ച് ഒരു വർഷം കഴിയുമ്പം 80 രൂപ കിട്ടിയാൽ അതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5.93 റുപ്പീസ് ആണ്. സോ ഇത് എല്ലാ രാജ്യത്തും ഒന്നും ഇല്ല കേട്ടോ. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ട്, യുണൈറ്റഡ് കിങ്ഡത്തിലുണ്ട്, അതായത് UK, US ആൻഡ് ഇന്ത്യ. വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിൽ ഇത് അലൗഡ് ആണ്. അതായത് ഇൻവെസ്റ്റേഴ്സ് ബൈ ആൻഡ് സെൽ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ ക്യാഷ് ഫ്ലോ സെപ്പറേറ്റഡ് ഓർ സ്ട്രിപ്ഡ് ഫ്രം ദീസ് ഇൻസ്ട്രുമെന്റ്സ് ആസ് ഡിസ്കൗണ്ട് ബോണ്ട്. ഓരോ ഇൻട്രസ്റ്റിനെയും ഓരോ ക്യാഷ് ഇൻഫ്ലോസിനെ സ്ട്രിപ്പ് ചെയ്ത് അതിനെ ഇൻഡിവിജ്വൽ ഡിസ്കൗണ്ട് ബോണ്ടാക്കി മാറ്റും. ഇതിന്റെ പേരാണ് സെപ്പറേറ്റ് ട്രേഡിംഗ് ഓഫ് രജിസ്റ്റേർഡ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾ. അപ്പൊ രജിസ്റ്റേർഡ് എന്ന് പറയുന്ന വാക്ക് കൊണ്ട് നമുക്ക് മനസ്സിലായി കാണും, ഇത് RBIയുടെ റെഗുലേഷനിൽ അല്ലെങ്കിൽ അതാത് കൺട്രീസിന്റെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ നെസസറി അതോറിറ്റിയുടെ അണ്ടറിൽ നടക്കുന്ന സംഗതിയാണ്. ഇത് സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്ന സംഗതിയാണ്. ഇപ്പം ഒരു ഗവൺമെന്റ് ബോണ്ട് ആണ് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ ഗവൺമെന്റ് ഈ പരിപാടിക്ക് പോകത്തില്ല. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വേറൊരു ബാങ്ക് മേടിച്ചെന്ന് വെച്ചോളൂ, ഗവൺമെന്റിന്റെ ബോണ്ടിൽ പുള്ളിക്കാരൻ പൈസ ഇട്ടിട്ട് ഈ ബോണ്ട് മേടിച്ചു. അപ്പം ഈ ബോണ്ടിനെ പുള്ളിക്കാരൻ പിന്നെ ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പുള്ളിക്കാരനാണ് ഈ സ്ട്രിപ്പ് ചെയ്യുന്നത്. ആ ബോണ്ടിന്റെ ഇൻഡിവിജ്വൽ ക്യാഷ് ഇൻഫ്ലോസിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അപ്പം ഈച്ച് സെപ്പറേറ്റഡ് പീസ് ഈസ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട്, പേയ്സ് 0 interest, delivers one lump sum payment at maturity and priced using the formula FE divided by 1+r raised to t. ഇത് ആരാണ് മേടിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ആ നേർച്ചയിടാൻ പോകുന്ന പുള്ളിയെ പോലെ മോസ്റ്റ്ലി ബോട്ട് ബൈ ഇൻവെസ്റ്റേഴ്സ് ഹു വോണ്ട് ടു അവോയ്ഡ് റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക്. പുതിയൊരു ടേം വന്നിട്ടുണ്ടല്ലോ, എന്താണ് റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറയുന്നത്? ഇപ്പം നമ്മുടെ നേർച്ചയിട്ട പുള്ളിക്കാരനെ തന്നെ എടുത്തോളൂ. പുള്ളിക്കാരന് മൂന്നാമത്തെ വർഷം 1000 രൂപ മതി എന്ന് വെച്ചോളൂ. മൂന്നാമത്തെ വർഷം പുള്ളിക്കാരന് 1000 രൂപ മതി, ഓക്കെ, നേർച്ചയിടാൻ വേണ്ടിയിട്ട്. അപ്പം പുള്ളിക്കാരന് ഇന്ന് ഒരു എമൗണ്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, 1000 രൂപ മൂന്നാമത്തെ വർഷം കിട്ടുന്നതിന് ഇന്ന് 700 സംതിങ് എന്തോ കൊടുത്താൽ മതി അല്ലെ. ഇൻവെസ്റ്റ് ചെയ്താൽ മൂന്നാമത്തെ വർഷം 8% ഇൻട്രസ്റ്റ് നമുക്ക് 1000 രൂപ കിട്ടും. 700 കറക്റ്റ് എമൗണ്ട് അല്ല, ഒരു ഊഹമാണ്. അപ്പം
പുള്ളിക്കാരന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഈ സ്ട്രിപ്പ് ചെയ്ത ബോണ്ടിന്റെ ഫേസ് വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെ? സ്ട്രിപ്പ് ചെയ്ത ബോണ്ടിന്റെ ഫേസ് വാല്യൂവിൽ, അതായത് മൂന്നാമത്തെ വർഷം കിട്ടുന്ന എമൗണ്ടിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പുള്ളിക്കാരന് സുഖമായിട്ട് പുള്ളിക്കാരന്റെ പണി നോക്കി പോവാം. ഇല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് ഒരു വർഷം ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആ ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞ് മെച്യൂർ ആകുമ്പോൾ പിന്നെയും അടുത്ത ഒരു വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ അത് മെച്യൂർ ആയി കഴിയുമ്പോൾ പിന്നെയും അതിനെ ഒരു വർഷം കൂടെ എടുത്ത് നമ്മൾ പുള്ളിക്കാരൻ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് ഒറ്റയടിക്ക് 3 വർഷം ഇൻവെസ്റ്റ് ചെയ്ത പുള്ളിക്കാരൻ മാറ്റി മാറ്റി ഇട്ട് കളിക്കും. അപ്പൊ ഇവിടെ എന്തോ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ പുള്ളിക്കാരന് 8% ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് വെച്ചോളൂ. ഒരു വർഷം കഴിഞ്ഞ് പുള്ളിക്കാരൻ മെച്യൂർ ചെയ്യുന്ന ബോണ്ട് ആണെങ്കിൽ ആ വർഷം ആ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 8% ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. 6 ആവാം, ചിലപ്പോൾ 10 ആവാം. അതായത് ഒരു ഫ്ലക്ച്വേഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെ? സോ ആ ഫ്ലക്ച്വേഷൻ, ആ റിസ്ക് പുള്ളിക്കാരനുണ്ട്. ആ റിസ്ക്, അതായത് ഇവിടെ മെച്യൂർ ആവുന്ന എമൗണ്ട്, ഒരു വർഷത്തെ ബോണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഇവിടെ മെച്യൂർ ചെയ്യുന്ന ബോണ്ട് അടുത്ത ബോണ്ടിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ കിട്ടുന്ന കൂപ്പൺ പേയ്മെന്റ് വ്യത്യാസം വരുമോ, കുറഞ്ഞു പോകുമോ എന്നുള്ള റിസ്കിന്റെ പേരാണ് റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് പറയുന്നത്. 3 വർഷത്തേക്ക് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഹി ഡസൻ നീഡ് ടു വറി അബൌട്ട് ദ റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക്. ഞാൻ എനിക്ക് മൂന്നാമത്തെ വർഷം 1000 രൂപ നേർച്ചയിടാൻ വേണം, അതുകൊണ്ട് എനിക്ക് ഒരു റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക്കും എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്ട്രിപ്പ് ബോണ്ടിന്റെ ഫേസ് വാല്യൂല് എനിക്ക് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഇൻഡിവിജ്വൽ പീരിയോഡിക് പേയ്മെന്റ്, എനിക്ക് ആ 1000 രൂപയിൽ മാത്രം എനിക്ക് കിട്ടിയാൽ മതി. സോ ഇഫ് എ പെൻഷൻ ഫണ്ട്, നമ്മൾ ഡിഫൈൻ കോൺട്രിബ്യൂഷൻ ആൻഡ് ഡിഫൈൻ പെൻഷൻ പ്ലാൻ ഒക്കെ ഞാൻ ആദ്യത്തെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. സോ അങ്ങനെയുള്ള പെൻഷൻ ഫണ്ടിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് മൂന്നാമത്തെ വർഷം $1000 വേണം. ഓക്കെ, നേർച്ചയിടാനല്ല, പുള്ളിക്കാരന് റിട്ടയർ ആവുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് $1000 3 വർഷം കഴിഞ്ഞ് വേണം. ദെൻ they could directly buy the principal payment strip, അതായത് സ്ട്രിപ്പിന്റെ പ്രിൻസിപ്പൽ പോർഷൻ മേടിക്കാം of a 3-year $1000 face value bond instead of investing in 3 separate 1-year bonds, one after the other, because they invest in 1-year bond and when it mature the interest rate might be low, so they won't reach their 1000 payment requirement by the end of the 3rd year. അതായത് പെൻഷൻ ഫണ്ട് ആണ്, അവർക്ക് കൊച്ചുകളിയല്ല, അവരെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ നമ്മളെ പോലുള്ള എംപ്ലോയീസിന്, ഒരു കോമൺ മാനിന് റിട്ടയർ ആകുമ്പോൾ പുള്ളിക്കാരന്റെ പൈസ കൊടുത്തില്ലെങ്കിൽ സ്വഭാവം മാറും, അല്ലേ? സോ പെൻഷൻ ഫണ്ട് ഒന്നും ഒരിക്കലും റിസ്ക് എടുത്ത് കളിക്കുന്നവരല്ല. സോ അവർക്ക് അഷ്യൂർഡ് ആയിട്ടുള്ള പേയ്മെന്റ് കിട്ടുന്നുണ്ട്. പെൻഷൻ ഫണ്ട്സ് എല്ലാം ഇതുപോലത്തെ സ്ട്രിപ്പ് പേയ്മെന്റ്സിൽ പൊതുവെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. വേറൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്, അല്ലെ? ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ബോണ്ട് പ്രൈസ്, കറന്റ് ട്രേഡിംഗ് ബോണ്ട് പ്രൈസ്. എന്താണ് ഇക്വേഷൻ? PV is equal to FV divided by 1 plus R the whole raised to N എന്നാണ് ഇന്നത്തെ ബോണ്ട് പ്രൈസിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെ? അതായത് ഇന്നത്തെ കറന്റ് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ പ്രസന്റ് വാല്യൂ, അതായത് ഇപ്പം ട്രേഡ് ചെയ്യുന്ന കറന്റ് പ്രൈസ് കുറയും. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് increase or decrease, the current bond prices will also vary. If the interest rate increases, bond price decreases, and if the interest rate decreases, bond price increases. എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഇന്ന് ഒരു 8% ഇൻട്രസ്റ്റിലാണ് നമ്മുടെ ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ നാളെ 8% ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്ത അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പൊ 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ബോണ്ട് ആണെങ്കിൽ ആ ബോണ്ട് 8 രൂപ കൂപ്പൺ എല്ലാ വർഷവും തരുന്നു. ഇയർലി പീരിയോഡിക് ഇൻകം തരുന്നതാണെങ്കിൽ എല്ലാ വർഷവും 8 രൂപ കിട്ടും. അടുത്ത വർഷത്തേക്കിന് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു, ഇൻട്രസ്റ്റ് റേറ്റ് 6% ആയെങ്കിൽ അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ബോണ്ട് പേ ചെയ്യുന്ന കൂപ്പൺ 6 ആയിരിക്കും, അല്ലെ? അപ്പം ഈ 6 രൂപയെക്കാട്ടിലും ഈ 8 രൂപയ്ക്കാണ് വില കൂടുതൽ. സോ ആൾക്കാർ എന്ത് ചെയ്യും? ഈ 6 രൂപയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ മുന്നത്തെ വർഷത്തെ ഇഷ്യൂ ചെയ്ത 8% ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഓടും.
അതായത് അവിടുത്തെ ഡിമാൻഡ് കൂടി. സോ ഡിമാൻഡ് കൂടുമ്പോഴത്തേക്കിനും ഇവിടുത്തെ പ്രൈസും കൂടും. അല്ലെങ്കിൽ ആ ഇക്വേഷനിൽ ഈ 8%ഉം 6%ഉം ഇട്ടാൽ നമുക്ക് ടെക്നിക്കലി പ്രസന്റ് വാല്യൂ എങ്ങനെയാ മാറുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. A discount bond is called a discount bond because we buy it at a discount. ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഡിസ്കൗണ്ടിൽ മേടിക്കുന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി വാട്ട് ഇഫ് വി പേ എ പ്രീമിയം? നമ്മൾ ഒരു പ്രീമിയം കൊടുത്താണ് ഒരു ഡിസ്കൗണ്ട് ബോണ്ട് മേടിക്കുന്നതെങ്കിലോ? അതെന്ത് ലോജിക്കാണല്ലേ? 100 രൂപ 5 വർഷം കഴിഞ്ഞ് കിട്ടുമ്പോൾ ഞാൻ 102 രൂപ ഇന്ന് കൊടുത്ത് മേടിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? സോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ അങ്ങനെ ശരിക്കും ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു കറണ്ട് പ്രൈസ് ഓഫ് എ ബോണ്ട് എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ഡിവൈഡഡ് ബൈ 1+r the whole raised to t. We always assume that interest rate to be positive. What if the interest rate existing in the economy is negative? അതായത് നമ്മുടെ RBI ഇൻട്രസ്റ്റ് റേറ്റ് നെഗറ്റീവ് ആക്കിയെന്ന് വെച്ചോളൂ. ആ നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എടുത്ത് ഇവിടെ ഇടുമ്പോഴത്തേക്കിനും ഈ ഇക്വേഷൻ പ്രകാരം ബോണ്ടിന്റെ പ്രൈസ് കൂടുതലായിരിക്കും. Then as per the equation the bond price will be more than its face value. സോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ജൂലൈ 2016 ജർമ്മനി became the first Eurozone country to issue 10-year sovereign bonds at a negative yield. ഇത് ശരിക്കും സംഭവിച്ച കഥയാണ്. ജർമ്മനിയിൽ ജൂലൈ 2016 ഗവൺമെന്റ് നെഗറ്റീവ് ഈൽഡ് ആണ്, ശ്രദ്ധിക്കണം, ഈൽഡ് എന്നാണ് ഞാൻ പറഞ്ഞത്, ഇൻട്രസ്റ്റ് റേറ്റ് എന്നല്ല, ഈൽഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. ദ പീരീഡ് വാസ് ഗോയിങ് ത്രൂ എ ക്രൈസിസ്. അതായത് യൂറോ സോണിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് നടക്കുമായിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് സേഫ്റ്റി ആയിരുന്നു മുഖ്യം. അതായത് അവരുടെ പൈസ നഷ്ടപ്പെടാതെ, അതായത് നിങ്ങൾക്ക് ചോദിക്കാം ഇൻട്രസ്റ്റ് റേറ്റ് നെഗറ്റീവ് പേ ചെയ്യുന്നത്, ഈൽഡ് നെഗറ്റീവ് ഉള്ള ഇൻസ്ട്രുമെന്റിൽ എന്തിനാണ് കൊണ്ടിടുന്നത്? എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് പോസിറ്റീവ് ഈൽഡ്, പോസിറ്റീവ് റിട്ടേൺസ് കിട്ടും. പിന്നെ എന്തിനാണ് ഈ നെഗറ്റീവ് ഈൽഡ് ഉള്ളിടത്ത് കൊണ്ടുവന്നത്? ബിക്കോസ് സേഫ്റ്റി വാസ് ദ റീസൺ. സേഫ്റ്റി അല്ലെങ്കിൽ റിസ്ക് വേണ്ടാത്ത ആൾക്കാർക്ക് അഷ്വർഡ് ആയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്തിനാ പിന്നെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? വെറുതെ കയ്യിൽ കാശായിട്ട് വെച്ചിരുന്ന അത് ഒരു ഇൻട്രസ്റ്റ് കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ എമൗണ്ട് എങ്കിലും കാണുമല്ലോ. ഞാൻ പറഞ്ഞു ആ യൂറോസോൺ എന്ന് പറയുന്നത് വളരെ ടെർബുലന്റ് ആയിട്ടുള്ള ഒരു ഫേസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ കയ്യിൽ കാശ് വെച്ചാൽ പോലും ഇൻഫ്ലേഷൻ ഹൈ ആയതുകൊണ്ട് നാളെ എന്റെ കയ്യിലിരിക്കുന്ന എമൗണ്ടിന്റെ വാല്യൂ കുറഞ്ഞു പോകും. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം നോക്കുമ്പോൾ ആൾക്കാർ സേഫ്റ്റി നോക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തത്. ബോണ്ട് ഈസ് സോൾഡ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്. ഇൻ ദ ഓപ്ഷൻ വഴിയാണ് നമ്മൾ ബോണ്ട് മേടിക്കുന്നത്. അതിനെ പറ്റിയെല്ലാം അത് വേറെ ടോപ്പിക്കാണ്, CFA ആയിട്ട് ബന്ധമില്ലാത്തതെങ്കിലും പറയുവാണ്. ബോണ്ട് ഈസ് സോൾഡ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്. ഓപ്ഷൻ വഴിയാണ്. ഓപ്ഷൻ വഴി ബിഡ് ചെയ്തിട്ടാണ് ഞാൻ ബോണ്ട് മേടിക്കുന്നത്. എവരി വൺ വോണ്ടഡ് ദ ബോണ്ട് ബിക്കോസ് ഓഫ് സേഫ്റ്റി റീസൺ. അതായത് ആ ബോണ്ടിന്റെ, ആ ജർമ്മനിയിലെ ആ ബോണ്ടിന്റെ ഡിമാൻഡ് കൂടിയപ്പോഴത്തേക്കിനും ആ ബോണ്ടിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത്, അതായത് ഈൽഡ് റെഡ്യൂസ് ടു എ പോയിന്റ് വേർ ഇറ്റ് വെന്റ് നെഗറ്റീവ്. അതായത് എന്റെ ബോണ്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്റെ ഈൽഡ് നെഗറ്റീവായി അല്ലെ, എന്റെ ഡിമാൻഡ് കൂടി എന്റെ ബോണ്ട് പ്രൈസ് കൂടിയെങ്കിൽ ആ ഈൽഡ് എന്ന് പറയുന്നത്, R എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് ആവണം. സോ ഞാൻ പറഞ്ഞു ഇത് 0. ഓക്കെ, ഇതാണ് നമ്മുടെ ബോണ്ടിന്റെ ഫേസ് വാല്യൂ 100. ഇത് ബോണ്ടിനേക്കാൾ പ്രൈസ് കൂടിയ സ്ഥലം. അപ്പൊ നമ്മൾ ബോണ്ടിനെ ഫേസ് വാല്യൂവിന്റെ പ്രൈസ് കൂടുതൽ കൊടുത്താണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ആസ് വി റീച്ച് ദി മെച്യൂരിറ്റി ആ ബോണ്ടിന്റെ പ്രൈസ് കുറഞ്ഞ് ഫേസ് വാല്യൂ എത്തും. നമ്മൾ ആക്ച്വൽ ഒരു പോസിറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് ബോണ്ട് ഇഷ്യൂ ചെയ്തെങ്കിൽ അതിന്റെ ഫേസ് വാല്യൂ കുറച്ചായിരിക്കും മേടിക്കുന്നത്. അത് കൂടി ഫേസ് വാല്യൂയിലേക്ക് എത്തും. അപ്പം ഈ കുറഞ്ഞ പ്രൈസിൽ നിന്നും കുറഞ്ഞ പ്രൈസിലേക്ക് എത്തുന്നതിന്റെ പേരാണ് അമോർട്ടൈസിങ് എന്ന് പറയുന്നത്.
അതായത് when the interest rate is negative, interest rate negative ആകുമ്പോൾ the bond price starts from a higher price and get reduced to the face value upon maturity. ഇനി when the interest rate is positive, the bond price starts from a bond price positive ആകുമ്പോൾ അതായത് സാധാരണ സിറ്റുവേഷനിൽ the bond price starts from a lower price and get increased to the face value upon maturity. അപ്പം ഇതാണ് ആ ഗ്രാഫ് എന്ന് പറയുന്നത് അമോർട്ടൈസിങ്. ആൻഡ് ഇതിന്റെ ഈ ബോണ്ടിന്റെ പേരാണ് അക്രീറ്റിംഗ് ബോണ്ട് എന്ന് പറയുന്നത്. അക്രീറ്റിംഗ് അതായത് കുറഞ്ഞ വാല്യൂയിൽ നിന്നും കൂടിയ വാല്യൂയിലേക്ക് പോകുമ്പോൾ അതിനെ അക്രീറ്റിംഗും, കൂടുതൽ വാല്യൂയിൽ നിന്നും കുറഞ്ഞ വാല്യൂയിലേക്ക് ബോണ്ട് വരുമ്പം അതിനെ അമോർട്ടൈസിംഗ് എന്നും വിളിക്കും. അപ്പൊ നമ്മൾ സീറോ കൂപ്പൺ ബോണ്ടിന്റെ സ്പെഷ്യൽ സിറ്റുവേഷൻ കണ്ടു. ഇനി കൂപ്പൺ ബോണ്ടിന്റെ സ്പെഷ്യൽ സിറ്റുവേഷൻ നോക്കാം. അതിന് വിളിപ്പേരാണ് പെർപെച്വൽ ബോണ്ട് എന്ന് പറയുന്നത്. പെർപെച്വൽ എന്ന് വെച്ചാൽ ഒരിക്കലും എൻഡ് ഇല്ലാത്തത്, അന്തമില്ലാത്തത്, ദർ ഇസ് നോ എൻഡ്. അപ്പം എന്താണ് ഒരു ബോണ്ടിൽ എൻഡ് ഇല്ലാതെ വരുന്നത്? ഓഫ് കോഴ്സ് അതിന്റെ മെച്യൂരിറ്റി. അതിന് മെച്യൂരിറ്റി ഇയർ ഡിഫൈൻഡ് അല്ല, അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എത്ര നാൾ ആ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നോ ആ ബോണ്ടിൽ നിന്ന് ബോണ്ട് ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഇൻട്രസ്റ്റ് ജനറേറ്റിംഗ് ഒരു ഇൻസ്ട്രുമെന്റ് ആയി മാറും. ദേ ആർ നോട്ട് ദ പീപ്പിൾ ഹു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ പെർപെച്വൽ ബോണ്ട് ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദി ഫേസ് വാല്യൂ. ദേ നീഡ് ദ ഇൻട്രസ്റ്റ് പേയ്മെന്റ്. The bond does not have any maturity. Perpetual bond does not have any maturity. It is never ending. The only benefit of holding the bond is that you will get coupon payment at specified time interval. Remember our ഞാൻ പറഞ്ഞിരുന്നു ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഒന്നെങ്കിൽ പീരിയോഡിക് ഇൻകം തരും അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് തരും. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് തരുന്നില്ലെങ്കിൽ ഇത് only പീരിയോഡിക് ഇൻകം ഇതിനകത്ത് വരുന്നതാണ്, കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ ജസ്റ്റ് ലൈക്ക് എൻ ഇക്വിറ്റി ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ മെച്യൂരിറ്റി. ഈ പെർപെച്വൽ ബോണ്ടിന് മെച്യൂരിറ്റി ഇല്ല. അതേപോലെയാണ് ഇക്വിറ്റി. ഒരു ഇക്വിറ്റിക്ക് മെച്യൂരിറ്റി ഉണ്ടോ? നിങ്ങൾ ഇന്ന് ഒരു സ്റ്റോക്ക് മേടിച്ചാൽ അത് ഇത്ര വർഷം കഴിയുമ്പോൾ ആ സ്റ്റോക്ക് മെച്യൂർ ആവും അല്ലെങ്കിൽ അതിന്റെ കാലാവധി തീരും എന്നുണ്ടോ? ഇല്ല. ഈ ഒരു ഇക്വിറ്റിക്കും മെച്യൂരിറ്റി ഇല്ല. അതേപോലെ തന്നെയാണ് പെർപെച്വൽ ബോണ്ടിനും മെച്യൂരിറ്റി ഇല്ല. ഇക്വിറ്റി എക്സിസ്റ്റ് ആസ് ലോങ് ആസ് ദ കമ്പനി എക്സിസ്റ്റ്. കമ്പനി എത്ര നാളുണ്ടോ അത്രയും നാൾ ഇക്വിറ്റി എക്സിസ്റ്റ് ചെയ്യും. പെർപെച്വൽ ബോണ്ടും ഏറെക്കുറെ അതേപോലെ സിമിലർ ആണ്. ഈവൻ ദോ ഇറ്റ് ഈസ് കോൾഡ് എ പെർപെച്വൽ ബോണ്ട്, അതിനെ പെർപെച്വൽ ബോണ്ട് എന്ന് വിളിക്കുമെങ്കിലും ദ ഇഷ്യൂവർ, ഞാൻ പറയുന്നത് ദ ഇഷ്യൂവർ എന്ന് വെച്ചാൽ ദ കമ്പനി ദാറ്റ് ഇഷ്യൂഡ് ദ ബോണ്ട് ക്യാൻ ഡിസൈഡ് ടു എൻഡ് ദ ബോണ്ട് ആസ് ഇറ്റ് ചൂസസ്. അതായത് അതിന് എപ്പം വേണമെങ്കിലും നിർത്താം, അതിന് ഒരു ഫിക്സഡ് ടൈം ഇന്റർവൽ ഇല്ല. അപ്പോൾ എന്തിനാണ് അവര് ഒരു പെർപെച്വൽ ബോണ്ടിനെ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ തിരിച്ചു എടുക്കുന്നത്, നിർത്തുന്നത്, അതിന്റെ മെച്യൂരിറ്റി എത്തിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ if the existing perpetual bond is paying coupon at 10% per annum and suddenly the interest rate in the economy fell to 8% per annum, then the company can call the bond and issue another perpetual bond at 8% per annum coupon payment. അതായത് 10 രൂപ പേ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ പെർപെച്വൽ ബോണ്ട് ഇപ്പോൾ 8 രൂപയാണ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ ഈ കമ്പനീസ് പെർപെച്വൽ ബോണ്ടിനെ വിഡ്രോ ചെയ്യും. അവര് ആ ബോണ്ടിനെ കോൾ ചെയ്യും, ദേ കോൾ ബാക്ക്. അപ്പം റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ഫോർ ഇൻവെസ്റ്റേഴ്സ് എക്സിസ്റ്റ്. അതായത് ഇൻവെസ്റ്റേഴ്സിന് അറിയില്ല എപ്പോഴാണ് ഈ കമ്പനി ഈ ബോണ്ട് കോൾ ചെയ്യാൻ പോകുന്നതെന്ന്. സോ അങ്ങനെ ഇവര് ഒരു ദിവസം പറയുവാണ് ഞാൻ ഈ ബോണ്ട് തിരിച്ച് വിളിക്കാൻ പോവാണ്, ഐ എം ഗോയിങ് ടു കോൾ ദ പെർപെച്വൽ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേനും ഓഫ് കോഴ്സ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത പൈസ കിട്ടും, അതിൽ ഒരു സംശയമില്ല. പക്ഷെ ആ പൈസ ഇപ്പൊ 100 രൂപ ഫേസ് വാല്യൂ അവർക്ക് കിട്ടിയെങ്കിൽ ആ 100 രൂപ കൊണ്ടുപോയി തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ദേ ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദ 10% പെർ ആനം, ദേ ആർ ഓൺലി ഗോയിങ് ടു ഗെറ്റ് 8% പെർ ആനം. അതായത് റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കൂപ്പൺ കിട്ടുന്നതിന്റെ റിസ്ക് ഉണ്ട്, റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു PV ഓഫ് കൂപ്പൺ ബോണ്ട്, അതായത് കൂപ്പൺ പേ ചെയ്യുന്ന ബോണ്ടിന്റെ ഇക്വേഷൻ ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഓരോ വർഷം കിട്ടുന്ന പേയ്മെന്റിന്റെയും നമ്മൾ ഇന്നത്തെ വാല്യൂയിലേക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊണ്ടുവരണം. അത് കൂടാതെ ഫൈനൽ മെച്യൂരിറ്റിയിൽ കിട്ടുന്ന ഫേസ് വാല്യൂവിനെ ഡിസ്കൗണ്ട് ചെയ്ത് ഇന്നത്തെ റേറ്റിലേക്ക് കൊണ്ടുവരണം. ഈ ഇക്വേഷൻ, ഈ പെർപെച്വൽ ഈ കൂപ്പൺ പേയ്മെന്റ് ബോണ്ട് അല്ലെങ്കിൽ ഈ പീരിയോഡിക് ഇൻട്രസ്റ്റ് ബോണ്ടിന്റെ ഇക്വേഷൻ ഒരു കൂപ്പൺ ബോണ്ട് ആകുമ്പോഴത്തേക്കിനും അതിന്റെ പ്രസന്റ് വാല്യൂ ഇക്വേഷൻ
PMT divided by R ആയിട്ട് മാറും. PMT എന്ന് വെച്ചാൽ പീരിയോഡിക് ഇൻകം അല്ലെങ്കിൽ കൂപ്പൺ പേയ്മെന്റ് എന്ന് പറയുന്നതാണ് PMT. അത് ഡിവൈഡഡ് ബൈ R ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് മാറും പ്രസന്റ് വാല്യൂ ഓഫ് എ കൂപ്പൺ കണ്ടുപിടിക്കാനായിട്ട്. ഇനി ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ ദി കൂപ്പൺ ബോണ്ട് അല്ലെങ്കിൽ പീരിയോഡിക് ഇൻകം ബോണ്ടിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഒരു പെർപെച്വൽ ബോണ്ടിന്റെ ഇക്വേഷനായി മാറുന്നത് എന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് പോസ് ചെയ്യുക. കാരണം ഇത് സിലബസിൽ ഇല്ല, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ്. അപ്പം PV ഓഫ് എ കൂപ്പൺ ബോണ്ട് ഈസ് ഈക്വൽ ടു PMT ഡിവൈഡഡ് ബൈ 1 പ്ലസ് സെയിം ഇക്വേഷൻ. ഓരോ വർഷവും കിട്ടുന്ന കൂപ്പൺ പേയ്മെന്റിനെ ഡിസ്കൗണ്ട് ചെയ്ത് ഇന്നത്തെ ടേമിലേക്ക് കൊണ്ടുവരണം. അതുകൂടാതെ മെച്യൂരിറ്റി കിട്ടുന്ന ഫേസ് വാല്യൂവിനെ ഡിസ്കൗണ്ട് ചെയ്ത് ഇന്നത്തെ ടേംസിലേക്ക്, ഇന്നത്തെ വാല്യൂയിലേക്ക് കൊണ്ടുവരണം. നമുക്കറിയാം ഫോർ എ പെർപെച്വൽ ബോണ്ട് ഞാൻ പറഞ്ഞു n ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അതിന് അന്തമില്ല, ഇറ്റ് ഹാസ് നെവർ എൻഡിങ്. അപ്പം ഈ n, അതായത് ഇവിടെ കിടക്കുന്ന n-നെ നമ്മള് ഈ രണ്ട് n-നെയും നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കും. അപ്പം ഇവിടെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ എനി നമ്പർ റേസ് ടു ഇൻഫിനിറ്റി ആണ് പ്രൊവൈഡഡ് ആ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ. ഓക്കെ, ഇഫ് ഗ്രേറ്റർ ദാൻ 1 റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് മാറും. എനി നമ്പർ ലെസ് ദാൻ 1 റേസ് ടു ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ അതിന് വേറെ ഇക്വേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ഇത് പറഞ്ഞാൽ മതി, എനി നമ്പർ ഗ്രേറ്റർ ദാൻ 1 റേസ് ടു ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി. സോ ഈ രണ്ട് ടേമും ഇങ്ങനെയായിട്ട് മാറും. PMT ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ആൻഡ് ഫേസ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി. അപ്പം എനി നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി നമുക്കറിയാം, കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 0 ആണ്. അതായത് ഈ രണ്ട് ഇക്വേഷനും 0 ആയിട്ട് മാറും. അത് രണ്ടും 0 ആയി കഴിയുമ്പോൾ പിന്നെ ആ ഇക്വേഷനിൽ ബാക്കി എക്സിസ്റ്റ് ചെയ്യുന്നത് ഇത്ര ഇക്വേഷൻ ആണ്. PMT ഡിവൈഡഡ് ബൈ ഓരോ വർഷം കിട്ടുന്ന പേയ്മെന്റിനെയും ഡിസ്കൗണ്ട് ചെയ്ത് ഇന്നത്തെ ടേമിലേക്ക് കൊണ്ടുവരിക. അതായത് PMT ഡിവൈഡ് ബൈ 1 പ്ലസ് ആർ ഹോൾ റേസ് ടു 1, 1 പ്ലസ് ആർ ഹോൾ റേസ് ടു അങ്ങനെ. ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അഗെയിൻ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ജോമെട്രിക് പ്രോഗ്രഷൻ. അപ്പം ഇതൊരു ഇൻഫിനിറ്റ് ആണ്, ഇതിനും നെവർ എൻഡിങ് ആണ്, ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം സം ഓഫ് ആൻ ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 1 മൈനസ് കോമൺ റേഷ്യോ. സോ ഇതിന്റെ കോമൺ റേഷ്യോ എന്താണ്? 1 ബൈ 1 പ്ലസ് ആർ. അപ്പം ഫസ്റ്റ് ടേമിന്റെ കൂടെ 1 ബൈ 1 പ്ലസ് ആർ മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. സെക്കൻഡ് ടേമിന്റെ കൂടെ 1 ബൈ 1 പ്ലസ് ആർ മൾട്ടിപ്ലൈ ചെയ്താൽ തേർഡ് ടേം കിട്ടും. അങ്ങനെ കിട്ടും. സോ നമ്മള് ഈ PV ഓഫ് കൂപ്പൺ ബോണ്ടിനെ, ഇവിടെ ഞാൻ കൂപ്പൺ എന്നാണ് എഴുതിയിരിക്കുന്നത്, സോറി, ഇത് PV ഓഫ് പെർപെച്വൽ ബോണ്ട് ആണ് വരുന്നത്. ഈ PV ഓഫ് പെർപെച്വൽ ബോണ്ട് ആണ്. സോ അതെന്ന് പറയുന്നത് ഫസ്റ്റ് ടേം PMT ഡിവൈഡ് ബൈ 1 പ്ലസ് ആർ ഹോൾ റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് കോമൺ റേഷ്യോ 1 പ്ലസ് ആർ. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമ്പേഴ്സ് മാറ്റി ഇടുമ്പോഴത്തേക്കും വി ഗെറ്റ് PV ഓഫ് പെർപെച്വൽ ബോണ്ട് ഈസ് ഈക്വൽ ടു PMT ഡിവൈഡഡ് ബൈ ആർ. ഈ PMT ആ ഇക്വേഷനിലെ PMT എന്ന് പറയുന്നത് ആനുവൽ കൂപ്പൺ പേയ്മെന്റ് ആണ്. Similar to what we discussed previously, if the coupon payment is distributed semi-annually or quarterly, ഞാൻ പറഞ്ഞു കിട്ടുന്ന കൂപ്പൺ പേയ്മെന്റ് ആനുവലി അല്ല സെമി ആനുവലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പേയ്മെന്റ് അമൗണ്ടും ഈൽഡും പകുതി ആക്കണം, ഡിവൈഡഡ് ബൈ 2 ആക്കണം, n-നെ ഇൻറ്റു 2 ചെയ്യണം. If you are asked to find R in that situation, then whatever R we are getting, it should be multiplied by 2 for semi-annual to get the annual yield.